ഇനി ഞാനിവിടെ നല്ലൊരു ചക്കക്കുരു മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുമല്ലോ ചക്കക്കുരു മെഴുക്കുവരട്ടി. ഞാനിവിടെ ചക്കക്കുരു എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പണ്ടത്തെ കാലത്തായിരുന്നെങ്കിൽ ഈ ചുമന്ന തൊലി കളയായിരുന്നു. ഇപ്പം ആരും അത് കളയത്തില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ പുറത്തെ തൊലി മാത്രം കളഞ്ഞതിന് ശേഷം അതൊന്ന് ഇതുപോലെ 4 കഷ്ണമായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞളും അതുപോലെ മുളക് പൊടി ഇച്ചിരി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോട് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. അത് വേവിച്ചെടുത്തതിന് ശേഷം ബാക്കി ചേരുവകൾ കൂടി ചേർക്കാം. ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ. എല്ലാവർക്കും അറിയാമെങ്കിലും ചക്കക്കുരു കിട്ടിയപ്പം നല്ലൊരു മെഴുക്കുവരട്ടി വെച്ചപ്പം പെട്ടെന്ന് ഞാനങ്ങ് എല്ലാവരുടെയും മെത്തേഡ് ഒരുപോലെ ആയിരിക്കില്ലല്ലോ, ചിലരുടെ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഞാൻ ഈ രീതിയിലാണ് മെഴുക്കുവരട്ടി വെക്കുന്നത്. അതിന് ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനി നമുക്ക് ബാക്കി ചേരുവകളോട് ചേർക്കണം. നല്ലവണ്ണം ഇത് വെന്ത് വന്നിട്ടുണ്ട്. മസാലയൊക്കെ ചക്കക്കുരുവിനകത്ത് പിടിച്ച് ഉപ്പൊക്കെ മഞ്ഞളും ഒക്കെ പിടിച്ചിട്ടുണ്ട്. നല്ലതുവണ്ണം വെന്തു. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കാം. ഞാനിവിടെ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം മെഴുക്കുവരട്ടിയില്ല, അതുകൊണ്ട് നമുക്ക് അധികം ഉള്ളിയൊന്നും വേണ്ട. ഞാനിവിടെ കുറച്ച് മാത്രം സവാള ഉള്ളി ചേർത്ത് ഇത് നല്ലവണ്ണം വഴന്ന് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഒത്തിരി അധികം ചേർത്തിട്ടില്ല, കുറച്ച് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഉള്ളിയാണെങ്കിലും അതുപോലെ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് ആണെങ്കിലും കുറച്ച് മാത്രമേ ഞാൻ ചേർത്തുള്ളൂ. അതോടൊപ്പം തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഇനി ഇത് നല്ലവണ്ണം മൂത്ത് വരുമ്പം നമ്മൾ വേവിച്ച് വെച്ച് ചക്കക്കുരു ചേർത്തിളക്കണം. ഇനിയുണ്ട് ചേരുവകൾ ചേർക്കാൻ. അത് കുറച്ച് കഴിഞ്ഞ് ഈ ചക്കക്കുരുവൊക്കെ നല്ലവണ്ണം മൂത്ത് വരുമ്പം നമുക്ക് ചേർക്കാം. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു അധികം മൂത്ത് കിട്ടത്തില്ലെന്ന് തോന്നുന്നു. ഞാനിവിടെ ലാസ്റ്റിൽ പാത്രമൊക്കെ ഒന്ന് ചേഞ്ച് ആക്കുന്നുണ്ട്. കാരണം എനിക്ക് നല്ല തൃപ്തിയല്ല ഇതിനകത്ത് വെക്കുന്നത്. നമ്മുടെ പണ്ടത്തെ അമ്മമാരൊക്കെ വെക്കുന്ന പോലെ തന്നെ ചീനച്ചട്ടിയിൽ വെക്കുമ്പം അത് അതിൻ്റേതായ രീതിയിൽ നല്ലവണ്ണം മെഴുക്കുവരട്ടി എന്ന് പറയുമ്പോൾ അത് മൂത്ത് കിട്ടും. ഇതെനിക്ക് തോന്നുന്നു കുഴഞ്ഞിരിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ ഈ പാത്രം നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ഒന്ന് ചേഞ്ച് ആക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ വെക്കുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കാം. ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മൂത്ത് വന്നതിന് ശേഷം ഞാനിതിലേക്ക് അല്പം പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതോടൊപ്പം തന്നെ കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ചേർക്കാഞ്ഞുകൊണ്ടാണ് ഞാൻ പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഗരം മസാല ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കുരുമുളക് പൊടി ചേർക്കുന്നത് വളരെ ടേസ്റ്റിയാണ്. അതുകൂടി ചേർത്ത് അതുപോലെ നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ചെയ്തെടുക്കാം. ഞാൻ വെച്ച മെഴുക്കുവരട്ടി എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലെ ചെറിയ വീഡിയോയൊക്കെ ആയിട്ട് കാണാം. ഓക്കെ.